ഹലോ ഗൈസ്, ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടപ്പാണ്. അപ്പം ഭയങ്കര വെയിലൊക്കെ അല്ലേ, വെയിലുണ്ട്. ഞങ്ങളിപ്പം എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ദേവുവിൻ്റെ വീട്ടിലോട്ട് പോവുക. സ്ഥലമൊക്കെ അടിപൊളിയാണ്, കൊള്ളാം, സൂപ്പറാണ് സ്ഥലം. ഞങ്ങൾ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതൊക്കെ ഇവിടുത്തെ കൃഷി സ്ഥലവും ഒക്കെയാണ്. ഹായ് കാണിക്കൂ, ഹായ് കാണിക്കൂ, ഹായ്. ഹലോ, വ്ളോഗല്ലല്ലോ ഞാൻ യൂട്യൂബ് എന്നാ. അയ്യോ ഗൈസ്, സ്ഥലം മാറിപ്പോയി. എനിക്ക് പോകേണ്ട ഈ വഴി, എനിക്ക് കിട്ടിയത് ഈ വഴി. നമ്മളിപ്പോൾ നേരെ ഓടിപ്പോണം. ഇങ്ങനെ വഴി നമ്മൾ അടിപൊളി സ്ഥലം കണ്ടു. ഇവിടെ ഇത് കൃഷിയാ, ഗോതമ്പാണെന്നാണ് എൻ്റെ ഒരു നിഗമനത്തിൽ. ഗോതമ്പായിരിക്കുമോ? അതെ ഗൈസ്, നമ്മുടെ ദേവുവിനെ കണ്ടു. ദേവുവിനെ ഞാൻ കാണിച്ചു തരാം. നിൽക്ക്, ക്യാമറ തിരിക്കട്ടെ. കണ്ടോ? അയ്യോ സോറി, അത് പശുവാണ്, അത് ദേവു അല്ല. ദോ അവിടെ ഫോണ് പിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ദേവു. അങ്ങോന്ന് കാണാം ഗൈസ്. നമ്മുടെ ദേവുവിന് കിട്ടിയത് എന്നാ കൃഷിയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കാരണം അതുകൊണ്ട് അവിടെയൊക്കെ കൃഷിയുണ്ട്. എടേ എന്ത് സാധനം അതെന്താണെന്ന് അറിയത്തില്ല, പേരറിയാത്തൊക്കെ കൃഷിയാണ് ഈ നാട്ടിലുള്ളത്. എനിക്ക് അതെന്താണെന്നൊന്നും അറിയത്തില്ല. ആ ഇതാണ് ഗൈസ് കൃഷി. കൃഷിയില്ലല്ലോ, ഇതാണ് ഇവിടെ വിളവെടുത്ത സാധനം. ഇവിടെ ട്രാക്ടറൊക്കെ ഉണ്ട്. ട്രാക്ടർ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ജന്മിക്കുടുംബമാണെന്ന് തോന്നുന്നു. കാരണം ട്രാക്ടറും ഇതേപോലെ കൃഷിയൊക്കെ ഉള്ളത് ജന്മിക്കുടുംബമാണെന്ന് പണ്ട് ഹിന്ദി പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ പോയിന്റ് എത്തിയിരിക്കുന്നു. നമ്മൾ ദേവുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ദേവുവിൻ്റെ കണ്ടു, ഇത് വലിയ ഹാളാണ്. ഈ പേടിച്ചതൊന്നുമല്ല, എൻ്റെ ഈ പട്ടിക്കുട്ടൻ എന്നെ ഒന്ന് കണ്ടോ, അവൻ എന്നെ ഒന്ന് പേടിപ്പിച്ചതാണ്. അങ്ങനൊന്നും പേടിക്കുന്നതല്ല. ഹലോ ഗായ്സ്, ഇവിടെ ഒരു ബേബി ഉണ്ട്. കണ്ടോ, കൊച്ചിനെ പേടിയ. എനിക്ക് വയറിലാവണോ? ഇതാണ് അനുഷ. ഇത് ദേവുവിന്റെ മാത്രം വീടല്ല, അനുഷയുടെയും വീടാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കൃഷി ഇങ്ങനെ. ഇതില് കുഞ്ഞു ചെടിയൊക്കെ തരുക ഗൈസ്. എന്നെ ബ്ലോഗറിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ദേവുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇന്നത്തെ കണ്ടിന് നമ്മൾ ദേവുവിൻ്റെ ഗോയിങ് ടു ദേവൂസ് ഹൗസ് ആണ്. ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ആത്മാർത്ഥത ഉള്ളതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിൽ നിന്ന് ഇറങ്ങത്തില്ല. അതെ, അതുകൊണ്ട് അവിടെ ഒരു മരത്തിൻ്റെ താഴെ ഒരു ട്രാക്ടറും ഉണ്ട്. ഇതെല്ലാം ഇവിടുത്തെ കൃഷിക്കാരുടെയാണ്. ഇവരൊക്കെ ഞാൻ ഇങ്ങനത്തെയൊക്കെ സ്ഥലം ഞങ്ങളുടെ ഹിന്ദി പുസ്തകത്തിലേ കണ്ടിട്ടുള്ളൂ ഗൈസ്. നമ്മൾ ദേവുവിനെ കിട്ടിക്കഴിഞ്ഞ ഉടനെ അടുത്ത് നമ്മുടെ ഐശുവിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഐശുവിൻ്റെ വീടെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടാണ് നടക്കുന്നത്? എങ്ങോട്ടോ നടക്കണം. എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. എൻ്റെ മുഖം കണ്ട് മടുത്തെങ്കിൽ കുറച്ചു നേരം എല്ലാവരും ദേവുവിൻ്റെ മുഖം കാണുക. ആരാ മാം വരുന്നുണ്ടെങ്കിൽ ആദ്യം പറയുക, ഇല്ലെങ്കിൽ എൻ്റെ ഫോണൊക്കെ പോകും ഗൈസ്. നമ്മൾ ഒരു കണ്ടുപിടുത്തത്തിലെത്തിയിരിക്കുന്നു. ഭൂമി ഉരുണ്ടതാണെന്ന്. ഞാൻ ഇവിടെ നിന്നാണ് എൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തത്. പിന്നെയും കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നു. ഓക്കെ ഗൈസ്, ഐശുവിനെ കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഐശുവിൻ്റെ ചെരുപ്പ് ഐശുവിൻ്റെ ചെരുപ്പ് സ്പോട്ടായി. നമുക്ക് അങ്ങനെ ഐശുവിനെ, ഇത് അനുരാഗ്, ഇത് നമ്മുടുക്കി ഡോറ. നമ്മുടെ ഒബ്ലാപുരയിലെ ഡോറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ
നോക്ക് ഗൈസ്. ഹായ് കാണിക്ക് ആന്റി, ഹായ് കാണിക്ക് യൂട്യൂബ്. കണ്ടോ ഗൈസ്, എനിക്ക് സപ്പോർട്ട് ഗൈസ്. ഗൈസ് ഇവിടെ ഒരു കണ്ടുപിടുത്തത്തിലെത്തി. ഇവിടെ ആടുണ്ട്, കാരണം പോച്ചല്ല. വി ആർ ഗോയിങ് ടു വാച്ച് ഗോഡ് ഫാം. യെസ്, നമ്മൾ ഗോഡ് ഫാമിലേക്ക് പോവുകയാണ്. ഇവിടാണോ? നമ്മൾ ഒബ്ലാപുര ഡോറയും കൊണ്ടാണ് പോകുന്നത്. ഡോറയുടെ പ്രയാണം ഗൈസ്. അയ്യോ, സ്റ്റെപ്പ് കടന്ന്. ഹേ ഗൈസ്, ഇവിടെ സോ മെനി ആടുകൾ ആർ ദേർ. ഹേ ഗൈസ്, നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തിയിരിക്കുന്നു. കൊള്ളാം അല്ലേ? പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ആടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എല്ലാരും കൊടുത്ത്. ഹായ് അമ്മേ, നോക്കിയേ നമ്മുടെ മുത്തിനെ പോലെ ഇല്ലയോ അമ്മേ? അയ്യോ, എന്റെ പണ്ടത്തെ കിങ്ങിണി പോലെ. അവിടെ കിങ്ങിണിയൊക്കെ ഉണ്ട് നമുക്ക്. അയ്യോ, ഇത് കണ്ടോ ഗൈസ്, ഇത് ആട്ടുമാമ. അയ്യോ, നീ അമ്മച്ചിട്ട് ചുമ്പാടിയോ? നീ ചുമ്പാടിയോ? തെറ്റിയേ പൊന്നിന് തെറ്റി ഗൈസ്. അമ്മക്ക് പൊന്നിന് തെറ്റി ഗൈസ്. ഓടി അതോ കണ്ടോ ഗൈസ്? നമ്മൾ ഇന്ന് നമ്മൾ ഇവന്റെ ഫാമിലിയാണ് കാണുന്നത്. കണ്ടോ, ഒരു കണ്ടോ, എല്ലാവരും നമ്മുടെ ഫാമിലീസ് ആണ്. ദീസ് ആർ ക്യൂട്ട് ബേബി. അമ്മേ, നമ്മുടെ ആട്ടുമാമിച്ചി ഓർമ്മ വരുന്നു. അയ്യോ, എനിക്ക് സങ്കടം വരുന്നുണ്ട്. എൻ്റെ വീട് മിസ് ചെയ്യുന്നുണ്ട് ഗൈസ്. അമ്മേ, നമ്മുടെ വീട്ടിൽ പണ്ട് പുളിമരം ഇല്ലായിരുന്നോ? ആണ്ട പുളിമരം ഒക്കെ ഉണ്ട്. അമ്മേ ഗൈസ്, ഞാൻ വരുന്നില്ല ഇവിടുന്ന് ഗൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ ചുമ്പാടിയെ. ഇവൻ കണ്ടോ, അടങ്ങിയിരിക്കുന്ന കണ്ടു. എസ്രേനു നമ്മൾ മലയാളത്തിൽ പറഞ്ഞവർക്ക് മനസ്സിലാകത്തില്ല, നമ്മൾ അതുകൊണ്ട് കന്നഡ പറയണം. എസ്രേനു എസ്രേനു ഗൈസ്. എസ്രേനു എന്ന് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നില്ല. എൻ്റെ കന്നഡ ഇവന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഗൈസ്, അപ്പം നമുക്ക് പോവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ബൈ പറയൂ. ഗൈസ് ബൈ പറയൂ. ബൈ 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 ടാറ്റ ബൈ ബൈ പറഞ്ഞു. രക്ഷ നമ്മുടെ ഒബ്ലാപുര ഡോറ ആൻഡ് ഒക്കെ ബൈ ബൈ. ഓക്കെ, നമ്മുടെ വലിയ ഡോറ. അയ്യോ, എൻ്റെ ചുമ്പാടി. ഗൈസ്, നമ്മൾ ഇന്ന് ഇവന് പേരിടാൻ പോവാണ്. ഇവനെ നമുക്ക് എന്നാ പേരിടും? എസ്ര ഏതിടും? എസ്രു നമുക്ക് നീ ഡോറ ആകുമ്പോ നമുക്കിത് ബുജ്ജിയാക്കാം. ബുജ്ജി. അയ്യോ, ഇന്ന് പൊന്നിന് ചുമ്പാടിയാ. ഹായ് ഗൈസ്, നമ്മൾ യൂട്യൂബിലുണ്ട്, കാണണം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ വീണ്ടും അനുരാഗിൻ്റെ കൂടെ യാത്ര തുടങ്ങുകയാണ്. നമ്മളെല്ലാവർക്കും ബായ് പറഞ്ഞു. ഓക്കെ, ബായ്. നമ്മുടെ കൂടെ വന്നവരെ ഒന്നും ഇവിടെ കാണാനില്ല, എല്ലാവരും ഗോയി. അവിടെ ബുക്ക്. ഓക്കെ, വാ. വരുന്നില്ല നീ? ആ, അവൻ പുറകെ വന്നോളൂ എന്ന് പറഞ്ഞു, എന്നോട് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രകല കം വാ, ഇന്ന് ഫുൾ ബ്ലോഗാ, ഫുൾ വീഡിയോ. ഹലോ ഗൈസ്, ഇതാണ് ചന്ദ്രകല. അപ്പം എവിടെ പോവോ? വേറെ ആർ യു ഗോയിങ്? I am going to visit my house. അവളിപ്പം വേറെ ഹോമിലോട്ട് പോവാണ്. ഇപ്പം ഇത്രേ ഉള്ളൂ. ടാറ്റാ. ഓക്കെ, ലോട്ട്സ് ഓഫ് ലവ് ഒക്കെ നിങ്ങൾക്ക് തന്നു. അപ്പം ഇനി നമ്മൾ ഇങ്ങനെ നടക്കുക. കണ്ടോ ഗൈസ്, മൊത്തം ഇവിടെ പാടവും കൃഷിയൊക്കെയാണ്. ഒത്തിരി ഒന്നും ഇല്ല കൃഷി, കുറച്ചൊക്കെ ഉള്ളു. ഇങ്ങനെ വീടൊക്കെ കണ്ടൊക്കെ പോവാം. മാം വരുവാണെങ്കിൽ ഞാൻ ഓടും, കാരണം മാം ഫോണും പിടിച്ചുകൊണ്ട് നടക്കുന്നതിന് എനിക്ക് എപ്പോഴും വഴക്ക് കേൾക്കുന്നതാണ്. മാമിന് അറിയത്തില്ലല്ലോ ഞാനൊരു ഫേമസ്
യൂട്യൂബറായി വരാനുള്ള ഒരു ഇതിലാണെന്നൊന്നും അവർക്കറിയത്തില്ലല്ലോ. സൈക്കിളോ അവിടെ അങ്ങ് അല്ലി കണ്ടോ, അവർ സൈക്കിളൊക്കെ ചോദിച്ചപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ്. എൻ്റെ കൂടെ വന്നവരൊക്കെ നടന്നു പോയി. ഞാൻ അവരോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. കാരണം ആട്ടുമാമയെ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ അടുത്ത് കളിച്ചങ്ങ് ഇരുന്ന് പോയി. അതാണ് സംഭവം. എല്ലാവരും വിചാരിക്കും വട്ടാന്ന് തന്നെ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷേ നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മുടെ ജീവിത പ്രശ്നമാണ്. ജീവിത പ്രശ്നം. ഗൈസ്, ഇവിടെ കുറേ തെങ്ങുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, തെങ്ങെന്ന് ഞാൻ അതിവിദഗ്ധമായി കണ്ടുപിടിച്ചിരിക്കുന്നു. ഓക്കെ ഗൈസ്, വി ഗോട്ട് ദി ഇവിടെ കച്ചവടമാണ്. ഇവിടുത്തെ കടയുണ്ട് ഗൈസ്. നമ്മൾ ഇവിടുത്തെ കട കണ്ടുപിടിച്ചു. നമ്മൾ അങ്ങനെ വേറെ ഗ്രൂപ്പുകാരെ കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും വലിയ ഊള ഈ ക്ലാസ്സിലെ. അതെ, ഹർഷവർദ്ധൻ ലുക്ക് കൊള്ളാം. അപ്പം നമ്മള് ഇത് ഇവിടുത്തെ കടയാണ്. ഇത് ഈ ഏരിയയിലെ കടയാണ്. ഇവരെല്ലാം എന്തൊക്കെയോ തിന്നാൻ വന്നേ. എണ്ണ എടുത്തിരുന്നേ ഫോട്ടോ എടുക്കാൻ ഞാൻ അതിവിദഗ്ധമായി ഇവിടെ എത്തിയിരിക്കുന്നു. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് വരാം. ഗൈസ്, എൻ്റെ സബ്സ്ക്രൈബറാണ്, എനിക്ക് ഹായ് തരുവാണ്. ഓക്കെ, ഹായ്. അങ്ങനെ ഓൾവേസ് എന്തോ ഇവര് ദേ ആർ റോമിങ്. ഇവര് ഓൾവേസ് മാങ്ങതാ മാങ്ങയൊക്കെ ഇവിടെ മാങ്ങ കിട്ടും, ഒന്ന് വേണേലും കിട്ടും. ഇതാണ് നമ്മുടെ അബീസ് ഹൗസ്. ഇതാണ് അബീസിന്റെ ഹൗസ്. ദിസ് ഈസ് അവർ അബീസ് ഹൗസ്. ഈ കുക്കിംഗ് ആണോ? ഓക്കെ, നമ്മളെയൊന്നും വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മള് എന്തുവാ ടീ കുക്ക് ചെയ്യാൻ പോവാണ്. ഗൈസ്, ഇവിടെ സോ മച്ച് ഇരുട്ടാണ്. അവൻ ഒറ്റയ്ക്കാണോ ഗൈസ്? ഇത് കണ്ടോ, ടീ കുക്ക് ചെയ്യാണ്. ടീ കുക്ക് ചെയ്യൂ. ഓക്കെ, നമ്മുടെ അബിയാണ് ഇതെല്ലാം കുക്ക് ചെയ്യുന്നത്. ഇത് ഹരീഷാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇപ്പൊ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആരേലും ഒന്ന് മൈൻഡ് ആക്കും. ഇതാണ് നമ്മുടെ മാലു ഫാൻസ് ഒക്കെ ഇവിടെ കുറെ പേരുണ്ട്. എല്ലാരും എന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഇത് കണ്ടോ, നമ്മുടെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി. ഇത് നമ്മുടെ സ്വന്തം വീട്. ആന്റി കണ്ടോ? അയ്യോ ഗൈസ്, ഇത് നമ്മുടെ സ്വന്തം വീടാണെന്ന് കരുതിയാൽ മതി. ഇവിടെ പണ്ട് നമുക്കിവിടെ കുറെ സാധനങ്ങൾ പണ്ട് നമ്മൾ പളനിയിലൊക്കെ പോയിട്ട് വാങ്ങുമ്പോൾ ഉള്ള വലിയ കാലവാ. പിന്നെ ഇവിടുത്തെ സൈഡ് കാണാൻ പറ്റും. നമ്മൾ രണ്ടൊരു സൈഡ്. ഓ, ഇത് രണ്ട് സൈഡ്. അവിടെ ബസ്, അങ്ങ് നമ്മുടെ ബസ് കിടപ്പുണ്ട്. മാം കണ്ടു കഴിഞ്ഞാ ഇപ്പൊ ഞാൻ എന്നെ കാറ്റത്ത് പറത്തിക്കും. ദിസ് ഈസ് ഹർഷവർദ്ധൻ ഗൈസ്. അവന് ഭയങ്കര ഹൈറ്റ്, അതുകൊണ്ട് എൻ്റെ മുഖത്തിന്റെ പാതിയെ കാണുന്നുള്ളൂ. ഗൈസ്, നമ്മുടെ കല്യാണ ചെറുക്കൻ എത്തിയിരിക്കുന്നു. എടോ പുള്ളു അവിടെ വെക്ക് ഗൈസ്. ഇത് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു. കണ്ടേ മാങ്കോ. ഇവന് നമുക്ക് തൊപ്പിയുടെ ഒരു കട്ടില്ലേ? ദൈവമേ, തൊപ്പി വെച്ചത് അല്ലായിരുന്നു. ഇതെന്നാ ഓറഞ്ചിന്റെ അച്ചാർ പിക്കിൾ. ദിസ് ഈസ് പിക്കിൾ. ദിസ് ഈസ് ആന്റി. എനിക്ക് വേണ്ട. കണ്ടോ ഗൈസ്, ഇവന്മാരൊക്കെ ഇങ്ങനെ. എടാ എനിക്ക് കിട്ടിയില്ലടാ ഗൈസ്, എനിക്ക് കിട്ടി നിറച്ച. ಹುಡುಗರು ಬರ್ತಾ ಇದಾರಂತ. മതി
ടീ കണ്ടില്ലേ? നമ്മൾ ഇവിടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുഞ്ഞു ഗ്ലാസ്സിലായിരിക്കും ചായ കിട്ടുക. നമ്മള് നാട്ടിലെ പോലെ വലിയ 10ാം ക്ലാസ്സില് അങ്ങനെ പറയുന്നത്. എല്ലാരും സുജിബിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അതെ, ചായ ഇങ്ങനെ ഊതി ഊതി കുടിക്കണം. സൂപ്പർ ചായ, എന്നെ പൊന്നോ. നമ്മള് നാട്ടിൽ എനിക്കാണെങ്കിൽ പാല് കുടിക്കാൻ പറ്റാത്തതാ. ടീയോ സോ സൂപ്പർ ഗുഡ്. അയ്യോ, എനിക്ക് ചായ കുടിക്കാൻ ഞാൻ പാൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു ടൈമാണ്. പക്ഷെ എന്നിട്ടും എനിക്ക് ഈ ചായയോട് ചായ ഞാൻ കുടിക്കും. കാരണം നമ്മുടെ അബി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ പോയതാ എടാ മാമ്. അങ്ങ് ബാ, ചൂടാ വെയില. ഈ ആന്റിയുടെ മനയിലാണ് നമ്മൾ ടീ കുടിക്കുന്നത്. ഗൈസ്, നമ്മൾ വീണ്ടും ചന്ദ്രകലയെ കണ്ടെത്തിയിരിക്കുന്നു. അക്ക വന്നു. ഗൈസ്, നമ്മുടെ ഹരീഷൊക്കെയാണ് നമുക്ക് ചായ ഇട്ട് തന്നത്. ഇന്ന് ഫുൾ വീഡിയോ കേട്ടോ, കാണണം. എല്ലാരും ഞാൻ ഭീഷണിപ്പെടുത്തി കാണിപ്പിക്കും. പക്ഷെ ശരിക്കും ഭീഷണിപ്പെടുത്തുന്നത് അവരാണ്. ഞാൻ എന്തേലും കുരുത്തക്കേടും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുമ്പോ അവരിപ്പോ പറയുന്നത് നിന്റെ യൂട്യൂബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന. അങ്ങനെ എന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും വരെ എത്തിയത്. എല്ലാരും കാണണം കേട്ടോ. Okay guys, we are going to എവിടാ? നമ്മൾ ബസ് കയറാൻ പോവാണ്. എന്തിനാ വെറുതെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞിട്ട്, ഇല്ലാത്ത ഇംഗ്ലീഷൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നത്. ആന്റി ഹായ് ആണെങ്കിൽ ഹായ് ഹായ് ആണെങ്കിൽ എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ പോവാണോ? ഓക്കെ ബൈ. നമ്മൾ കുടിച്ച പാത്രം നമ്മൾ തന്നെ കഴുകി വെക്കണം. പക്ഷെ എന്റേത് നമ്മുടെ അബി കഴുകും. അബിയെ കണ്ടോ, ഇത്രേ ഉള്ളൂ. നമ്മള് ഇത്രയും പറഞ്ഞ് അവരെ അബിയെന്നൊന്ന് വിളിച്ചാൽ മതി. അവൻ നമുക്ക് വെട്ടം കിട്ടത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വെട്ടം കിട്ടുന്നത്. ഗൈസ്, എല്ലാവരും ചായ കുടിക്കുകയാണ്. നമ്മുടെ സുന്ദരനായി ഇവൻ ഒരുങ്ങുകയാണ്. He is so funny. Okay, we are going. Go. Where is my book? എടി എന്റെ ബുക്ക് കണ്ടോ? എടി എന്റെ ബുക്ക് കണ്ടോ? എന്താണ് എന്റെ ബുക്ക്? കണ്ടില്ല. എന്റെ ബുക്ക് കാണാനില്ല. ഞാൻ വീണ്ടും കയറി ചെന്നിട്ട് ഒരിടത്ത് വഴക്കുണ്ടാക്കിയിട്ട് ബുക്ക് കണ്ടുപിടിച്ച് തരാം. എന്റെ ബുക്ക് കണ്ടോ? അവിടെ മാറിയേ. യെസ്, we got it. ഞങ്ങൾ എല്ലാവരും ഈ ഒരു വീട്ടിൽ വന്നിട്ടാണ് ചായ കുടിക്കുന്നത്. മാറടാ. നമ്മള് പോകുവാണെങ്കിൽ കണ്ടോ ഇവിടുത്തെ. എന്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്. എം അഭിഷേക്. അങ്ങനെ നമ്മളിനി ബസ് കയറാൻ പോവുകയാണ്. ബസ്സിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ വീഡിയോ എടുക്കത്തില്ല. കാരണം മാം ഉണ്ട്. മാം കണ്ടു കഴിഞ്ഞാൽ ഓൾവേസ് സ്കോൾഡിങ്. അതുകൊണ്ട് ഓക്കെ ബൈ ഗൈസ്. ടാറ്റ കൊടുക്ക്. ബൈ.
അപ്പം ഫ്രണ്ടിലത്തെ ബസ്സിൽ കണ്ടോ 2 ബസ്സാണുള്ളത്. ഫ്രണ്ടിലത്തെ ബസ്സിൽ മാമുണ്ട്. മാം നമ്മുടെ അന്നപൂർണ ഞാൻ ഇങ്ങനെ വന്നത്. അയ്യോ എന്റെ പൊന്നു. ഇതാണ് തേജ് ചന്ദനക്കുറിയൊക്കെ തൊട്ട് പേര് മാറിപ്പോയി. സോറി പേരിലൊക്കെ എന്തിരിക്കുന്നു. ഇപ്പൊ നമ്പറില്ല കാര്യം. ഇതാണ് നമ്മുടെ യശു. ഓക്കെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് സോ വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ. ഞാൻ എന്റെ കഞ്ചാവമ്മച്ചിനെ മിസ് ചെയ്യുന്നു. നമ്മുടെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനൊന്നും പറയത്തില്ലായിരിക്കും. പല ആംഗിളിൽ നമ്മൾ വീഡിയോ എടുക്കണം. ഇങ്ങനെ നമ്മള് കണ്ടോ ഗൈസ്. അവരെ ഞങ്ങള് മലയാളം പഠിപ്പിച്ചതാണ്. ഓക്കെ എന്തുണ്ട് വിശേഷം എന്നൊക്കെ. അതെ അന്നപൂർണയും കൂടാണ് ഒരുമിച്ചിരുന്നാല്. ഇനി പറ എന്ത് പറയണം എന്ത് പറയണോന്നൊക്കെ. സുഖമാണോ? കഴിച്ചോ സുന്ദരിയല്ലേ ഗൈസ്. നമുക്ക് സുന്ദരി കുട്ടിയാണ്. നമ്മളൊക്കെ കണ്ണൊക്കെ എഴുതി. ഞാൻ കണ്ണെഴുതിയിട്ടില്ല, സോറി. ഞാനും സുന്ദരിയാ. കണ്ണൊന്നും എഴുതിയില്ല, പൊട്ടുപോലും തൊട്ടില്ലേ. എന്ത് സുന്ദരിയാണ് ഗൈസ്. അപ്പം ആരും കണ്ണൊന്നും വെക്കണ്ട. ആരും കണ്ണൊന്നും വെക്കണ്ട. ദൃഷ്ടി നമ്മുടെ യശു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ചന്ദനക്കുറിയൊക്കെ തൊട്ട് സുന്ദരിയായിട്ടിരിക്കുകയാണ്. അപ്പം ഇത്രേ ഉള്ളൂ. എല്ലാരും കേട്ടോ. പേരൻസിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്.